പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം ഒരിക്കലും ചർച്ച ചെയ്യാത്ത ഒരു പുതിയ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ ഗോപൻ എന്ന് വിളിക്കുന്ന ഒരു സ്വാമിയുടെ, അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, സമാധി എന്ന് അവരുടെ കുടുംബാംഗങ്ങൾ വിളിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് അത് പുറത്തേക്കെടുത്ത് അത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്യാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സമാധിയാകും എന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞുവെന്നും ആ സമാധിയാവുന്ന സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു പീഠത്തിൽ ഇരുത്തി അദ്ദേഹത്തെ സമാധിയാക്കിയെന്നും ഒക്കെയാണ് മകൻ പറയുന്നത്. ആ വിഷയത്തിൽ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടാൻ കേരളത്തിലെ ഭരണകൂടത്തിന് കഴിയാതിരുന്നത് നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് ഈ വിഷയം ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ന്യായാധിപൻ ഇച്ഛാശക്തിയോടുകൂടി എടുത്ത ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ മൃതദേഹം പുറത്തെടുക്കുകയും അത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്തത്. ആ ന്യായാധിപൻ ചോദിച്ചത് മരിച്ചെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതാണ്. ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണകൂടമായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷേ ഭരണകൂടം ഞെട്ടി വിറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഭാഗ്യവശാൽ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായൊരു ചോദ്യം ഹൈക്കോടതിയിൽ ഒരു ന്യായാധിപൻ ചോദിച്ചതിനെ തുടർന്ന് ആ മൃതദേഹം പുറത്തെടുത്ത് അത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? കേരള സമൂഹം ഏത് രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പരിച്ഛേദമാണോ ഈ സംഭവം? ഇത് കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഈ സമൂഹം ഇങ്ങനെ രൂപഭേദം പ്രാപിച്ചതിൽ ഇവിടുത്തെ ഭരണകൂടത്തിനും ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്തൊക്കെ പങ്കാണുള്ളത്? അവരിതിൽ വഹിച്ചിട്ടുള്ള പങ്കെന്താണ്? എങ്ങോട്ടാണ് കേരളം പോകുന്നത്? അതുപോലെ തന്നെ ഈ പോക്ക് തടയാൻ വേണ്ടി അടിയന്തരമായി കേരളത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് വിശദവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് സൈദ്ധാന്തികനും കവിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള ശ്രീമാൻ KC ഉമേഷ് ബാബു. അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ത് എന്ന് വിശദമായി അറിയാൻ ഞാൻ രാവിലെ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അരമണിക്കൂറിനടുത്ത് നീണ്ടു നിൽക്കുന്ന ആ സംഭാഷണം. അത് കേൾക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വിളിച്ചത് ഈ നെയ്യാറ്റിൻകരയിൽ ഒരു ഗോപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമാധിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോഴത്തേക്കും അത് അയാളുടെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ മകനോട് ചോദിച്ചു, മകനോട് മരണ സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് ചോദിച്ചപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് എന്തിനാണ്, അച്ഛൻ സമാധിയായതല്ലേ എന്നായിരുന്നു മറുപടി. അപ്പോൾ ഇതെന്താണ് കേരളം പോലൊരു സംസ്കാര സമ്പന്നമായ ഈ മതേതരത്വത്തിനൊക്കെ വലിയ വില കൽപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടന്ന ഈ സംഭവത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എനിക്ക് ഒന്ന് കേരളത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പുറത്ത് പറയുന്ന കേരളമാണോ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. നാം നവോത്ഥാന നിർഭരം എന്നൊക്കെ തരത്തിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കേരളം നിലവിൽ ഇപ്പോഴില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നാം മേനിനടിക്കുന്ന ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലുമായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്
മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രത്യേകിച്ച് ഹിന്ദു മത വിശ്വാസങ്ങളുടേതായിട്ടുള്ള ഒരു യുക്തിവൽക്കരണ ശ്രമമാണ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിശ്വാസത്തെ പരമാവധി യുക്തിവൽക്കരിക്കുകയും ആധുനീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മുൻകൈയിലൊക്കെ കേരളത്തിൽ നടന്നു പോകുന്നത്. മതത്തെ, വിശ്വാസത്തെ ആധുനീകരിക്കുക, പരമാവധി യുക്തിവൽക്കരിക്കുക എന്നുള്ളതാണ്. കാരണം മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്നുള്ളത് പൂർണ്ണമായ യുക്തിവൽക്കരണത്തിന് വഴങ്ങുന്ന ഒന്നല്ല. അത് ഏത് മതത്തെ എടുത്താലും. ഹിന്ദുമതത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെമിറ്റിക് മതങ്ങളെ പോലുള്ളൊരു മതമോ വിശ്വാസമോ അല്ല ഹിന്ദു എന്ന തരത്തിൽ വ്യവഹരിക്കപ്പെടുന്ന വിപുലമായ വിശ്വാസ സമുച്ചയങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാഗരാജിലെ പ്രധാനപ്പെട്ട 4 നദീസംഗമ സ്ഥാനങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 2025 ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ അളവിൽ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളവും ഈ പറയുന്ന ഇപ്പോഴത്തെ ഉത്തരേന്ത്യൻ സാഹചര്യങ്ങളുടെ ഒരു അനുബന്ധമായി ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യത്തിൽ മാറി തീർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം നാം പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ പഴയ ഈ നമ്മുടെ നവോത്ഥാന നായകന്മാർ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ശ്രീനാരായണൻ തൊട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെ വലിയ തോതിൽ ആധുനീകരിക്കപ്പെടുകയും യുക്തിവൽക്കരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഹിന്ദു മതവിശ്വാസങ്ങൾ തിരിച്ച് ഒരു പുനരുജ്ജീവനത്തിന് വിധേയമായതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് വീണ്ടും അതിന്റെ പഴയ ഉള്ളടക്കങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊതുവിൽ പറയാറുള്ള അന്ധവിശ്വാസങ്ങളുടെ ഒരു ഘടനയിലേക്ക് കേരളത്തിലെ ഹിന്ദു വിശ്വാസങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നിടത്തോളം കേരളത്തിലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇങ്ങനെ വലിയ തോതിൽ അന്ധവിശ്വാസവൽക്കരിക്കപ്പെട്ട ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന ആളുകളാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കുന്ന രേഖകൾ വളരെ നേർത്തതാണ്, വളരെ വളരെ നേർത്തതാണ്. അത് ഒരുപക്ഷെ ഒരു ശ്രീനാരായണനെ പോലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു വാഗ്ഭടനെ പോലുള്ള ആളിന്, അല്ലെങ്കിൽ ഒരു ചട്ടമ്പി സ്വാമിയെ പോലുള്ള ആളുകൾക്ക്, ഒരു ബ്രഹ്മാനന്ദ ശിവയോഗിക്ക്, ഒരു VT ഭട്ടതിരിപ്പാടിന്, അവരെ പോലുള്ള പഴയ നവോത്ഥാനത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് അതിനെ കൃത്യമായി വേർതിരിക്കാനുള്ള ഒരു വലിയ വലിയ മിടുക്കുണ്ടായിരുന്നു, വലിയ പ്രായോഗിക ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അക്കാലത്ത് അവർ സാധിച്ചത്. അത്തരം ഒരു ഇടപെടലും ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഒരുപക്ഷെ 1970കളുടെ തുടക്കം മുതൽ കേരളത്തിൽ സംഘടിതമായിട്ട് കേരളത്തിലെ ഹിന്ദു മതവിശ്വാസത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇടപെട്ട് പോന്നിട്ടുണ്ട്, വളരെ ആസൂത്രിതമായിട്ട്. അത് വിശ്വാസത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹിന്ദു വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, ആൾദൈവങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, മഠങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇടപെട്ടിട്ട് അതിനെ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൂടി നിറഞ്ഞ ഒന്നാക്കി തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിച്ചിട്ടുള്ള ഒരു പരിണാമം കൂടിയുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിന്റെ ഒരു വലിയ കേന്ദ്രമായി മാറി തീർന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഈ ഹിന്ദു മതവിശ്വാസം, മറ്റു മതങ്ങളുടെ, സെമിറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ അവിടെയുണ്ട്, അതിന്റെ പ്രശ്നം വേറൊന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഹിന്ദു മതവിശ്വാസത്തിനകത്തുള്ള എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ സംഘടിതമായി ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ലക്ഷക്കണക്കിന് വരുന്ന കാഴ്ചക്കാരും ശ്രോതാക്കളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഹിന്ദു മതവിശ്വാസങ്ങളുടേതായിട്ടുള്ള ഒരു കേന്ദ്രങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു പരിവർത്തന വിധേയമാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മതവിശ്വാസം എന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പറഞ്ഞു കേട്ടിരുന്ന ഒരു 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 നാടോടി ആശയമുണ്ട്. അതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഭക്തി മൂത്ത് ഭ്രാന്താവുക എന്നാ പറയാ ഞങ്ങളുടെ നാട്ടില്. ഭക്തി മൂത്തിട്ട് ഭ്രാന്താവുക എന്ന് പറയും. അപ്പോ നമ്മുടെ പല പ്രദേശങ്ങളിലും, പല സ്ഥലങ്ങളിലും, പല കുടുംബങ്ങളിലും, പല വ്യക്തികളിലും ഈ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഭക്തി മൂത്തിട്ട് ഭ്രാന്തായ അവസ്ഥ. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കൃപാസനം എന്ന് പറയുന്ന കാര്യം, ഈ പറയുന്ന ധ്യാനങ്ങൾ, ഈ ക്രിസ്തു മതത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇതിന്റെ
ഏറ്റവും വലിയ തെളിവാണ്. എന്ന് പറഞ്ഞാൽ പഴയ ഒരു നാടൻ രീതിയിൽ ആളുകൾ വ്യവഹരിച്ചിരുന്ന ഭക്തി മൂത്ത് ഭ്രാന്താവുന്നതിന്റെ ദൃശ്യചിത്രങ്ങളാണ് അത് മുഴുവനും. ഇത് ഹിന്ദുമത വിശ്വാസങ്ങൾക്കകത്ത് വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പഴയതെല്ലാം തിരിച്ചു വരികയാണ്. ഈ പഴയ അങ്ങനെ തിരിച്ചു വരുന്നതിൻ്റെ ഒരു കാര്യമാണ് മരണവും സമാധിയും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ വരുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം മനുഷ്യരൊക്കെ മരിക്കുക ചെയ്യാം, മനുഷ്യരൊക്കെ മരിക്കും, മരിച്ചവരെയൊക്കെ ഈ പറയുന്ന വിശ്വാസം അനുസരിച്ച് മറവ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഈ പഴയ ഹിന്ദു വിശ്വാസങ്ങൾക്കനുസരിച്ച് ഈ മരിക്കുക എന്നതിന്റെ വേറൊരു ഒരു രൂപാന്തരമുണ്ട്. ഒരു പക്ഷെ ഒരു അനദർ വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയാം. അത് സമാധി ആകുക എന്നുള്ളതാണ്. ഈ സമാധി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഈ പറയുന്ന പഴയ കാലത്ത് എനിക്കൊക്കെ എൻ്റെയൊക്കെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ഞാൻ ഇന്ന സമയത്ത് ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ട് സമയം നിശ്ചയിച്ച് മരിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ കുടുംബത്തുണ്ടായിട്ടുണ്ട്. വലിയ വിശ്വാസികളായിരുന്ന ഈ പറയുന്ന തന്ത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകൾ. ഇന്ത്യയിലെ ഈ ഹിന്ദു മത വിശ്വാസത്തിന്റെ ഉൾപ്പിരിവുകളിൽ ഒന്ന് തന്ത്രവിദ്യയാണ്. ഇപ്പൊ തന്ത്ര പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പൊ അന്ന് ഈ പറയുന്ന അന്ന് ഈ ഗോപൻ സ്വാമിയുടെ ഒരു മകൻ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ടെലിവിഷനിലൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അയാള് ഈ ശരീരത്തിലെ തന്ത്ര ആരാധന, ഈ യോഗ വിദ്യയൊക്കെ അനുസരിച്ച് കേരളത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ നോക്കണം, കേരളം നവോത്ഥാനത്തിന്റെ കേന്ദ്രമാണ് എന്ന് കള്ളം പറഞ്ഞു നടക്കുകയും അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള കാർമ്മികത്വം, മുഖ്യമന്ത്രിയുടെ, മന്ത്രിമാരുടെ, MLA-മാരുടെ നേതൃത്വത്തിൽ യോഗ ദിവസം ആചരിക്കുകയും യോഗ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ത്യൻ പദ്ധതിയിലെ വളരെ പിന്തിരിപ്പനായ ഒരു പദ്ധതിയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറയുന്നത് വളരെ പിന്തിരിപ്പനായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകളൊന്നും ഒട്ടും പ്രോത്സാഹിപ്പിക്കാതിരുന്ന ശ്രീനാരായണ ഗുരു യോഗയെക്കുറിച്ച് വിശദീകരിച്ചത് വ്യായാമത്തിന് കൊള്ളാമെന്നാണ്. പക്ഷെ ഈ യോഗയിലെ കൃത്യമായിട്ടുള്ള ഒരു വളരെ യോഗ ഒരു ശാരീരിക അഭ്യാസം എന്നുള്ളതിൽ യോഗാസനം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ശാരീരിക വ്യായാമ മുറകളുണ്ട്. ഒരു വ്യായാമ മുറ മാത്രമായിട്ട് ഈ പറയുന്ന യോഗാസനത്തെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷേ മുഖ്യമന്ത്രി തൊട്ടുള്ള ആളുകൾ, കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, അവർ ഹിന്ദുത്വ പക്ഷപാതികളാണ്. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPM നേതാക്കന്മാരും വരെ ഇതിന്റെ പ്രചാരക്കുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. യോഗ എന്ന് പറയുന്നത് വലിയ സർവ്വരോഗ സംഹാരിയാണ് എന്നും മറ്റും മനുഷ്യനെ ഏറ്റവും നന്നായി ജീവിപ്പിക്കുന്ന കാര്യമാണ് എന്നും മറ്റുമുള്ള കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘടിതമായിട്ട്. അതാണ് ശ്രീനാരായണന് വേണ്ടാതിരുന്ന യോഗ പിണറായി വിജയനും സംഘത്തിനും വേണം, CPM-കാർക്ക് വേണം, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ സമകാലികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ യോഗ പദ്ധതി അനുസരിച്ചാണ് ശരീരത്തിന് ഷഡ്ചക്രങ്ങളുണ്ട്. അതാണ് ശരീരത്തിന് 7 ചക്രങ്ങളുണ്ട്. അത് മൂലാധാരം മുതൽ സഹസ്രാരം വരെ പോകും എന്നുള്ളതാണ്. അപ്പൊ അതാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ആളുകൾക്കറിയാം, എനിക്കറിയാം. ഞാനിതൊക്കെ ഒരുപാട് പഴയ കാലം മുതൽ വളരെ ഇരുന്ന് പഠിച്ച, ഒരുപക്ഷെ ഈ ഗാർഹിക അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇരുന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, സഹസ്രാരം എന്നാണ്. അപ്പൊ മൂലാധാരത്തിൽ, അതാണ് അയാൾ പറഞ്ഞത്, മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി. സഹസ്രാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂർധാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ഉണർത്തിയെടുത്തിട്ടാണ് ഇതിനെ കുറിച്ചൊക്കെ അയാൾ വിശദീകരിച്ചത്. ഈ പറയുന്ന ഈ CPM-കാർ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന യോഗ പദ്ധതിയുടെ അവിഭാജ്യ ഭാഗമായിട്ടുള്ള ഒരു പഴയ വിശദീകരണമാണത്. അങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിന് ഷഡ്ചക്രങ്ങളുണ്ട് എന്നും ഈ ഷഡ്ചക്രങ്ങളിലൂടെ ഉണർത്തിയെടുക്കുന്ന ജീവശക്തി എന്നും മറ്റും പറയുന്ന ഏർപ്പാടുകളുണ്ട്. വിശദാംശങ്ങളിലേക്ക് നമുക്കിതുപോലെ ചെറിയ സമയത്ത് പോകാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ കേരളത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടല് പിന്നെ ദുർബലമായി പോയതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തമായി നടക്കുന്നത്. ഈ വിഷയത്തിൽ തന്നെ ഭരണകൂടത്തിന് കുറച്ചുകൂടി നേരത്തെ ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളാകായിരുന്നൊക്കെയുള്ള വർത്തമാനങ്ങളുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഇന്നിപ്പോൾ ഈ സമാധിയുടെ കാര്യത്തിൽ അവരൊക്കെ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക ചെയ്യുന്നത്. യോഗ പദ്ധതി പ്രചരിപ്പിക്കുന്നു, യോഗ സർവ്വരോഗ സംഹാരിയാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ള ആളുകളാണ്.
പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തങ്ങൾ യോഗ ചെയ്തിട്ടാണ് ആരോഗ്യം നിലനിർത്തുന്നതെന്ന് പറയുന്നു. യോഗ ചെയ്തിട്ട് ആരോഗ്യം നിലനിർത്തണ എയറോബിക് എക്സസൈസുകൾ ചെയ്താൽ ഇതേ പ്രയോജനം ഉണ്ടാവും. അതാണ് ഇപ്പൊ പാശ്ചാത്യ രൂപം കൊടുത്തിട്ടുള്ള നൃത്തവും കൂടി, ഒരു നൃത്ത ചുവടുകൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്സസൈസ്, ഒരു വ്യായാമ പദ്ധതിയാണ് എയറോബിക് എക്സസൈസ്. എയറോബിക് എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാലും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ശാരീരികമായിട്ട് ഈ വ്യായാമത്തിന്റെ ഒരു ഫലം ലഭിക്കും. സമാധിയെ കാണുന്നത് അതാണ്, തീർച്ചയായിട്ടും അതാണ്. താന്ത്രിക പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ യോഗ വലിയ സർവ്വരോഗ സംഹാരിയാണെന്ന് പറയുമ്പോൾ ഈ യോഗ പദ്ധതിയുടെ അനുബന്ധമായി സംഭവിക്കുന്നതാണ് ഈ പറയുന്ന പത്മാസനത്തിലിരിക്കുകയും കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുത്തിട്ട് സഹസ്രാര മധു നുണയുക, എന്നിട്ട് പരമാനന്ദം അനുഭവിക്കുക എന്ന് പറയുന്ന പദ്ധതി ഇവര് പ്രചരിപ്പിക്കുന്ന അതേ യോഗ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് പഴയ കാലത്ത് ഇന്ത്യൻ പാരമ്പര്യം അന്വേഷിച്ചു പോയിട്ടുള്ള ദേവി പ്രസാദ് ചതോപാധ്യായെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്തകര്, മാർക്സിസ്റ്റ് ചിന്തകര്, ചരിത്രകാരന്മാര് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. അത് ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ ആളുകളായിട്ടുള്ള പ്രധാനമന്ത്രി മോഡി തൊട്ടിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാവും. പക്ഷെ കേരളത്തിലെ ഭരിക്കുന്ന കക്ഷികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് ഒരു വശത്ത് ഭരണകൂടം പ്രചരിപ്പിക്കുന്നു, വേറൊരു വശത്ത് ഹിന്ദുത്വ ശക്തികൾ പ്രചരിപ്പിക്കുന്നു. രണ്ടുപേരും പ്രചരിപ്പിക്കുന്ന ഒന്നായി മാറുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദുർബല ചിത്തരായിട്ടുള്ള മനുഷ്യർ, ഇപ്പോ ഗോവൻ സ്വാമിയുടെ മക്കളെയും കുടുംബത്തെയും നമ്മൾ ടെലിവിഷൻ ചാനലിൽ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവര് വളരെ ദുർബല ചിത്തരായിട്ടുള്ള, ദുർബല മനസ്കരായിട്ടുള്ള ആളുകളാണ്. അടിസ്ഥാനപരമായിട്ട് ഒരുതരം പാവത്തരമുണ്ട് അവരുടെ നിലപാടുകളിൽ, ഒരു നിഷ്കളങ്കതയുണ്ട് വിശ്വാസപരമായിട്ടുള്ള. എന്ന് മാത്രമല്ല, ഇപ്പൊ കല്ലറ പൊളിച്ചപ്പോ തെളിഞ്ഞ കാര്യമുണ്ട്, അവര് സമാധി ഇരുത്തുക ചെയ്തിട്ടുള്ളത് അവിടെ. ഇപ്പോഴ് സമാധി, അതാണ് ഞാൻ സമാധിയിലേക്ക് വരാം. എന്താണ് സമാധി? സമാധി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പറയുന്ന വലിയ ഈ വിശ്വാസ പദ്ധതികളിലൂടെ, ആധ്യാത്മിക ജീവിതത്തിലൂടെ അനേക പതിറ്റാണ്ടുകൾ കടന്നുപോയിട്ട് അതിന്റെ സിദ്ധികളൊക്കെ ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന സന്യാസിമാരും മറ്റുമായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന തന്റെ മരണസമയം എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തനിക്ക് ഈ പറയുന്ന ഭൂമിയിലെ വാസം കഴിയാറായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തനിക്ക് ഈ പറയുന്ന ഈ കാലം കഴിയാറായി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശിഷ്യഗണങ്ങളെയും ആളുകളെയും ഒക്കെ വിളിച്ചു ചേർത്തിട്ട് താൻ ഈ മരിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചിട്ട് ഈ പറയുന്ന ഇരുന്ന് മരിച്ച ആളുകളൊക്കെ ഉണ്ട്, കിടന്ന് മരിക്കുന്ന ആളുകളും ഉണ്ട്. എന്നാൽ കേരളത്തിൽ തന്നെ പ്രസിദ്ധരായ പല സന്യാസിമാരെയും രോഗം ബാധിച്ച് മരിച്ചതിന് ശേഷം സമാധി ഇരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ചെയ്യുക എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരാളെ സമാധിയായിട്ട് ഇരുത്തുക എന്നാണ് പ്രയോഗം കേട്ടോ. അത് മലയാളികൾ കേൾക്കേണ്ടതാണ്. സമാധി ആകുക എന്നതിനേക്കാൾ സമാധി ഇരുത്തുക എന്നാ പ്രയോഗം. എന്ന് പറഞ്ഞാൽ കിടന്നു മരിച്ച ആളുകളെ ഉടനെ പിടിച്ചിട്ട് പത്മാസനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഈ പത്മാസനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന കാര്യത്തെയാണ് ഇവർ ഈ പറഞ്ഞു പത്മാസനാക്കുന്നത്. ഭൂമിയിലെ ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിലെ മിക്കവാറും ജനങ്ങള് ഒരു സ്വസ്ഥമായി ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോസാണ് ഈ ചമ്രം പടിഞ്ഞിരിക്കുക എന്നുള്ളത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഉടനീളമുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ചുണ്ട് ചമ്രം പടിഞ്ഞിരിക്കുക. കേരളത്തിലെ സർവ്വ മതവിശ്വാസികളും ചമ്രം പഠിച്ചിരിക്കാറുണ്ട്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, കാലൊക്കെ മടക്കി വെറുതെ ഇരിക്കുന്ന ഒരു പോസാണത്. അത് തന്നെ ഒരു ആസനത്തിന്റെ പേര് പറയും, പത്മാസനം, സുഖാസനം എന്നും മറ്റും പറയും. അപ്പൊ സാധാരണ ഒരാൾ മരിച്ചാൽ, ഈ പറയുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ദിവ്യൻ എന്ന് കരുതപ്പെടുന്ന ഒരാൾ രോഗിയായിട്ട് മരിച്ചാലും അയാളെ സമാധി ഇരുത്തുക ചെയ്യുക. അയാളെ കാലൊക്കെ പിണച്ചിരുത്തി ഈ പറയുന്ന പുതുവസ്ത്രങ്ങളിലൊക്കെ പൊതിഞ്ഞു കെട്ടി അയാളിതിന് മുമ്പിൽ അയാളുടെ മടിയിലൊക്കെ ചിലതൊക്കെ വെച്ചു കൊടുക്കും. എന്നിട്ട് ഈ പറയുന്ന രുദ്രാക്ഷമാലകളും മറ്റും അണിയിച്ച് ഈ ചതുരത്തിലെടുത്തിട്ടുള്ള കുഴിയിൽ, അതാണ് ചതുരത്തിലെടുത്തിട്ടുള്ള, സാധാരണഗതിയില് മനുഷ്യരെ മറ ചെയ്യാൻ എടുക്കുന്ന കുഴികളൊക്കെ നീളത്തിലുള്ള കുഴിയാണ്. ചതുരത്തിലുള്ള കുഴികൾ എടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഇരുത്തുക. എന്നിട്ട് ഈ പറയുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പും കർപ്പൂരവും ഭസ്മവും ചന്ദനം തുടങ്ങിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളും ഇട്ടിട്ട് ഈ നെഞ്ചോളം മൂടുക. നെഞ്ചെന്ന് പറഞ്ഞാൽ അനാഹതം, അതാണ് നെഞ്ചിൽ വരുന്ന ഈ ഷഡ്ചക്രങ്ങളുടെ നെഞ്ചിലെ സ്ഥാനത്തെ അനാഹതം എന്നാ പറയാ. അനാഹതം ചക്രം വരെ
മൂടിയിട്ട് ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ അതിന് മുകളിലും ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് കമഴ്ത്തി മൂടാറുണ്ട്. കാരണം തലയും അഴുകണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലര് ഈ കേരളത്തിലൊക്കെ ഈ കഴുത്ത് വരെ മൂടും, ഈ പറയുന്ന നെഞ്ചു വരെ മൂടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നെഞ്ചു വെച്ചാൽ ഹൃദയത്തിന്റെ സ്ഥലം വരെ മൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുവരെ മൂടിയിട്ട് ഈ പറയുന്ന മേലെ അടപ്പിട്ട് മൂടുക എന്ന് പറയുന്ന പണിയാണ് ഈ സമാധി എന്ന് പറയുന്നത്. ഇത് ദുർബല ചിത്തരായിട്ടുള്ളവരാണ് ഇതിൽ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ സംഭവിച്ചിരിക്കും, ഈ ഗോപൻ സ്വാമിയുടെ പ്രത്യേക വിഷയം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, അയാള് ഏതോ കാലത്ത് ഈ ഒരു വഴിയിലേക്ക് വരുന്നു, ഒരു ആധ്യാത്മികമായ വഴിയിലേക്ക് വരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ പറയുന്ന കാര്യത്തോടൊന്നും എനിക്ക് യോജിക്കില്ല. എന്ന് പറഞ്ഞാൽ അയാൾ പഴയ കാലത്ത് പല ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അക്രമ കേസുകളിൽ പ്രതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാല്, കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു സ്വാമി ഈ പറയുന്ന അയാളെ ചെറിയ വയസ്സിൽ മഹാതമ്മാടിയായിരുന്നു. അതാണ്. അപ്പോ അത് പറയാൻ തയ്യാറാവോ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ? സാധാരണ സന്യാസികളെ കുറിച്ച് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സന്യാസിയുടെ പൂർവാശ്രമം അന്വേഷിക്കാൻ പാടില്ല എന്നാ പറയാ. അത് സന്യാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തെമ്മാടിയായിരുന്നോ കൊലപാതകയായിരുന്നോ ഒന്നും അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഇന്ത്യൻ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾ പഴയ കാലത്ത് പലതും ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ അയാൾ കുറെ കാലമായിട്ട് ഈ സന്യാസം, അതിന് തെളിവുണ്ടല്ലോ, അയാൾ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ പൂജ ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ ചെയ്തിട്ടുള്ളത് അയാളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ഈ വഴിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാൾ 2 ആൺമക്കളെ, അയാളുടെ ഭാര്യ എല്ലാം ഈ വഴിയിൽ ഒരു വിശ്വാസത്തിലേക്ക് അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ ഈ കുടുംബത്തെ കൊണ്ട് ഇയാളെ സമാധി ഇരുത്തിക്കാൻ അത്രയും തെളിവുകൾ ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പക്ഷെ അയാൾ അസുഖബാധിതനായിട്ട് മരിച്ചതായിരിക്കാം. ഇതിലെന്താ ഒരു പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മനുഷ്യർക്ക് ദിവ്യത്വം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലെ എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മരണത്തെക്കുറിച്ച് നുണ പറയാന്നുള്ളതാണ്. രോഗം വന്ന് മരിച്ച സന്യാസികളെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴും അവരുടെ അനുസ്മരണ ദിനം സമാധി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അതാണ്, രോഗം വന്ന് മരിച്ച സന്യാസിമാരെ പിന്നെ കൊണ്ടുപോയി സമാധി ഇരുത്തിയിട്ടുണ്ട്. കാരണം സന്യാസിയെ സമാധി ഇരുത്താനേ പറ്റുള്ളൂ. സന്യാസിയെ ചെതയിൽ കത്തിക്കാൻ പറ്റില്ല, കുഴിച്ചു മൂടാനും പറ്റില്ല. ഒരാൾ സന്യാസിയാണെങ്കിൽ അയാളെ ഇന്ത്യൻ പദ്ധതി അനുസരിച്ച്, സന്യാസ പദ്ധതി അനുസരിച്ച് സമാധി ഇരുത്താനേ പറ്റുള്ളൂ. ഇപ്പോ ഞാൻ സെമിറ്റിക് മതങ്ങളോ ക്രിസ്തു മതത്തിന്റെ കാര്യം പറയാലോ. നമുക്കറിയാലേ ക്രിസ്തു മതത്തിലെ വലിയ മഹാപുരോഹിതന്മാരായിട്ടുള്ളവരൊക്കെ എങ്ങനെ ചെയ്യാം? അതാണ് അതിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. ഇരുത്തിയിട്ടാണ് ചെയ്യുക. അത് സർവ്വ മതങ്ങളിലുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, സഹസ്രാബ്ദങ്ങളിലൂടെ മനുഷ്യ നാഗരികതയുടെ പല സ്ഥലങ്ങളിൽ ലോകം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ ചില പദ്ധതികളാണ്. കാലം ചെയ്തു. അതാണ് ഈ പറയുന്ന സന്യാസിമാർ സമാധിയാവുന്നു, മെത്രാമാര് കാലം ചെയ്യുന്നു. ഇതേക്കുറിച്ച് യുക്തിയുടെ ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ചോദിക്കാൻ കഴിയില്ല. മെത്രാൻ കാലം ചെയ്തു അല്ലെങ്കിൽ ഈ ആർച്ച് ബിഷപ്പ് കാലം ചെയ്തു എന്നല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിന് ചോദ്യം ചെയ്യാനാവോ? നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം എന്തായിരിക്കും ശരിക്കും? അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്ന ഒരു പഴയൊരു പ്രയോഗം, ഭക്തി മൂത്ത് ഭ്രാന്താവുക എന്നൊരു സാഹചര്യത്തിലേക്ക് കേരളീയ ജനത എത്രമാത്രം പോയിരിക്കുന്നു എന്നതിന്റെ നേരായ തെളിവാണ് ഇവിടുത്തെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സംഭവം സൂചിപ്പിക്കുന്നത്. ഇത് വഴിയില്ലാത്ത അത്രയും ഭക്തി ഭ്രാന്ത് എല്ലാ മതങ്ങളും. അതാണ് ഞാൻ ഒരു മതമല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിനകത്ത് നിന്ന്, ഹിന്ദു മതത്തിനകത്ത് നിന്ന്, ക്രിസ്തു മതത്തിനകത്ത് നിന്ന്, മുസ്ലിം മതത്തിനകത്ത് നിന്ന് ഈ അന്ധവിശ്വാസപരമല്ലാത്ത എന്തെങ്കിലും ശബ്ദം, യുക്തിയുടെയും ആധുനീകരണത്തിന്റെയും ശബ്ദം നമ്മളിപ്പോ കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇപ്പോ ഇസ്ലാം മതത്തിനകത്ത് സ്ത്രീകളോട് ലഭിക്കുന്ന പരിഗണനയിൽ എത്ര പുറകോട്ട് പോയിട്ടുണ്ട്? അതെന്തുകൊണ്ട്? തിരിച്ച് യുക്തിയുടെയും ആധുനീകരണത്തിന്റെയും ഒരു മൂവ്മെന്റ് പുതിയ കാലത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്, നമ്മുടെ സാംസ്കാരിക നേതൃത്വമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സാംസ്കാരിക നേതൃത്വത്തിനും വോട്ട് കിട്ടുക എന്നാൽ അപ്പുറം ഒരു ആശയവും ഇല്ലാന്ന് മാത്രമല്ല, വ്യക്തിപരമായിട്ടും സ്വകാര്യമായിട്ടും ഇവരൊക്കെ ഈ വിശ്വാസങ്ങൾക്ക് അടിമകളാണ്.
കേരളത്തിലെ, ഞാൻ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, CPM നേതാക്കന്മാരുടെ പോലും പലരുടെയും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ജ്യോത്സ്യന്മാരും തന്ത്രി ഈ പറയുന്ന മന്ത്രവാദികളുമാണ്. അതാണ്. അതൊരു പരസ്യമായിട്ട് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല. അതാണ് ഈ CPM-ന്റെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, CPM-ന്റെ ഉൾപ്പെടെയുള്ള ഇപ്പൊ ഞാൻ പറയാം, കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് കൂടോത്രത്തെ കുറിച്ച് ലോകത്തിന് മുമ്പിൽ സംസാരിക്കുന്നതല്ലേ? കൂടോത്രമുണ്ട്. അതാണ് ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിലെ പോലും ആളുകൾ പരിഹസിക്കുന്ന കാര്യമാണ് കൂടോത്രം. CPM-കാർ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ പറച്ചിലല്ലാതെ അതിന്റെ ഒരു തീർച്ചയായിട്ടും അല്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ സത്യപ്രതിജ്ഞകളൊക്കെ പലപ്പോഴും CPM-ന്റെ സത്യപ്രതിജ്ഞകൾ നീണ്ടുപോകുന്നു? ഒരു വർഷം കിട്ടിയിട്ട് ഒരു പ്രത്യേക ദിവസം ഉണ്ടാവുന്നു, ഒരു പ്രത്യേക സമയം ഉണ്ടാവുന്നു. അതൊരു ജ്യോത്സ്യം തീരുമാനിച്ചിട്ടാണ്. 2021 പിണറായി വിജയൻ, ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു, പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ എന്തുകൊണ്ട് അത്രയും ദിവസം നീണ്ടു, എന്തുകൊണ്ട് അങ്ങനെ ഒരു സമയത്തേക്ക് വന്നു? ജ്യോത്സ്യന്മാരുടെ പിന്തുണ ഒരു സമയം നിശ്ചയിച്ചിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ടെലിവിഷൻ ചാനലുകളോ നമ്മുടെ ലോകമോ ഇതിന് മരണത്തിന് തെളിവ് ചോദിക്കുകയല്ല വേണ്ടത്, ഭക്തി. കാരണം ഗോപൻ സ്വാമി മരിച്ചു. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു കഴിഞ്ഞാലും ഞാൻ കാണുന്നത്, കേരളത്തിന് ഭാവി ഉണ്ടാകണമെങ്കിൽ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് യുക്തിബോധത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയണം. കാരണം അവർ ചെറുപ്പക്കാരാണ്. അതുണ്ടാവാനേ പോകുന്നില്ല. കാരണം അവര് ഭക്തി മൂത്ത് ഭ്രാന്തായ ഒരു നിലയിലാണ് അവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ ഓരോ മതത്തിൽപ്പെട്ട ആളുകളും വെറും ഭക്തിയിൽ നിന്ന് ഭക്തി ഭ്രാന്തായി തീർന്ന അവസ്ഥയിലേക്ക് വളരെ വേഗത്തിൽ പോവുകയാണ്. അതിൽ ഇടപെടേണ്ടതും ഇപ്പൊ ഞാൻ പറയാ, എന്തുകൊണ്ടാണ് ഇപ്പൊ മഹാരാഷ്ട്ര ഗവൺമെന്റ് പോലും അന്ധശ്രദ്ധ നിർമൂലന നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. കർണാടകത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം. കേരളത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉണ്ടാക്കാൻ ഇത്ര വലിയ പുരോഗമനവും കമ്മ്യൂണിസവും പറയുന്ന കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നവോത്ഥാനം പറയുന്ന കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ ഒരു ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ തെളിവ് വേണമെന്ന് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും വാശി പിടിക്കുന്നത് കാപട്യമാണ്. ഈ പറയുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമവും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഇടപെടാൻ പറ്റും. പോലീസിനൊക്കെ ഇടപെടാൻ പറ്റും, പലർക്കും ഇടപെടാൻ പറ്റും. എങ്ങോട്ടാണ് നമ്മളപ്പോ പോകുന്നത്? തനി ഭ്രാന്തിലേക്ക്, മതഭ്രാന്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കേരളം കടന്നു കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. നിങ്ങൾ ഏത് സ്ഥലത്ത് തൊട്ട് നോക്കൂ. അതാണ് ഇപ്പൊ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ലേഖന ഭാഗമുണ്ട്, അത് ഞാൻ പറയാം. കുറ്റിപ്പുഴ നമ്മൾ ഓർക്കണം, കുറ്റിപ്പുഴ കേരളത്തിലെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ആളാണ്, ഈ യുക്തിവാദിയായിരുന്നിട്ട് ജീവിച്ച ആളാണ്, കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ്, പ്രസിദ്ധനായിട്ടുള്ള പ്രൊഫസർ, ആലുവ UC കോളേജിലെ പ്രൊഫസർ അധ്യാപകനായിട്ടുള്ള ആളാണ്, വലിയ സാഹിത്യ വിമർശകനാണ്. കുറ്റിപ്പുഴ അക്കാലത്ത്, ഞാൻ പറയുന്നത് 50കളിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അന്നത് എഴുതാൻ പറ്റും. എന്താ അദ്ദേഹം എഴുതിയെന്നറിയോ? അദ്ദേഹം എഴുതിയത്, തേപ്പട്ടി വിഷം ബാധിച്ചാൽ കുത്തിയപ്പ് കൊണ്ട് പരിഹാരം തേടാം, മതഭ്രാന്തി ഇളകിയാൽ ഒരു രക്ഷയുമില്ല, അനുഭവിച്ചു തന്നെ തീരണം എന്നാണ് 1950കളിൽ കുറ്റിപ്പുഴ എഴുതിയത്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ മതഭ്രാന്ത് ഇളകിയ ഒരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ തൊടാൻ പോയ ദിവസം ആ അവസ്ഥ അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു മാൻ മിസ്സിനെ കുറിച്ച് വന്നാൽ ഏറ്റവും ചുരുങ്ങുന്ന കല്ലറ മൂടി തുറന്ന് പരിശോധിക്കാനും കൂടെ ഒരു സാഹചര്യം ഉണ്ടാവും. ആ നാട്ടിലെ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റും. കാരണം ഒരാളെ കാണാതായി, അയാൾ സമാധി എന്ന് പറയുന്നു, ശരി സമാധി, എന്നാലും അത് നോക്കണ്ടേ എന്നൊരു യുക്തി അവിടുത്തെ ആളുകൾക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭരണകൂടത്തിന് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഈ പറയുന്ന കുടുംബം ഹൈക്കോടതിയിൽ പോകാനുള്ള സാവകാശം കൊടുക്കുകയും ഹൈക്കോടതിയിലെ ഈ പറയുന്ന ജഡ്ജിമാർക്ക് വലിയ വിവേകം ഉള്ളതുകൊണ്ട് അത് അന്വേഷിക്കണ്ടേ എന്ന് അവർ യുക്തി ഉപയോഗിച്ചു. നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ജനാധിപത്യ യുക്തി. ആ ജഡ്ജിനൊക്കെ സ്തുതിക്കണം വാസ്തവത്തിൽ. ആ മനുഷ്യൻ എത്ര ഗംഭീരമായിട്ടാണ് ജനാധിപത്യത്തിന്റെ യുക്തി ഉപയോഗിച്ചത്. അദ്ദേഹം കുടുംബക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, ശരി മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതാണ് ജനാധിപത്യത്തിന്റെ യുക്തിയുടെയും വെളിച്ചം. അതാണ് ശ്രീനാരായണ വഴി.
അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു കാട്ടുന്ന വഴി അതാണ്, ആധുനീകരണത്തിന്റെ വഴി, ജനാധിപത്യവൽക്കരണത്തിന്റെ വഴി. അത് ബഹുമാനപ്പെട്ട ന്യായാധിപൻ ചോദിച്ചതുകൊണ്ട് ഈ പറയുന്ന ഇന്ന് കല്ലറ പൊളിച്ചിട്ട് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ടായി. പക്ഷെ ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരൊറ്റ കുടുംബമാണ്, ഒരു സമൂഹം ഒന്നടങ്ങാണെങ്കിലോ, ഒരു പ്രദേശം ഒന്നടങ്ങാൻ ഇപ്പൊ കേരളത്തിൽ വലിയ ഈ ആൾദൈവങ്ങളും മറ്റും ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ നടത്താൻ പറ്റുമോ? ഇതൊരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് ആ കുടുംബം മാത്രമേ ഈ ഒരു അവസ്ഥയെ എതിർക്കാനുള്ളൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ഭരണകൂടത്തിന് ഇങ്ങനെ നീതി നിർവഹിക്കാൻ പറ്റി. അങ്ങനെ അല്ലെങ്കിൽ എന്താകുമായിരുന്നു സാഹചര്യം? ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മതത്തിനകത്ത് ഒരല്പം യുക്തിബോധം കൊണ്ടുവരാൻ ശ്രമിച്ച ചേകന്നൂർ മൗലവി മരിച്ചിട്ട് എന്തു പറ്റിയെന്ന് നമുക്കറിയില്ല. ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടതാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഗോപൻ സ്വാമി മരിച്ചതിന്റെ കാര്യം അന്വേഷിക്കണം നമ്മുടെ എല്ലാ മാധ്യമങ്ങൾക്കും വളരെ നിർബന്ധമുണ്ട്. അത് വളരെ തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ചേകന്നൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കണമെന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും സംസാരിച്ചായി ഞാൻ കേട്ടിട്ടില്ല. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇസ്ലാം മത പുരോഹിതനായിരുന്നു ചേകന്നൂർ മൗലവി. എവിടെ എത്തിയില്ല. ഇതിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോ ഇതൊരു വലിയ ഭീകരമായൊരു മതഭ്രാന്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. മതഭ്രാന്തിന്റേതായിട്ടുള്ള ഒരു വലിയ അന്തരീക്ഷം ഭരണകൂടത്തിന്റെയും അതാത് മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യാഥാസ്ഥിതിക രാഷ്ട്രീയ ശക്തികളുടെയും ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ കേരളത്തിൽ മതഭ്രാന്തിന്റെ അന്തരീക്ഷം എത്രമാത്രം വളർന്നെത്തിയിട്ട് മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ഈ നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അടിയന്തരമായിട്ട് കേരളത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, നമ്മുടെ സാംസ്കാരിക നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ വലിയ വീണ്ടും വിചാരം നടത്തണം. കേരളത്തിലെ മതവിശ്വാസ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ വീണ്ടും വിചാരം നടത്തണം. എന്നിട്ട് മതം ഒരു ആധുനീകരിച്ച ഉള്ളടക്കത്തിലേക്ക് മാത്രമേ നിലനിൽക്കാവൂ എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതാണ് മതം വിശ്വാസവും തീർച്ചയായിട്ടും ശരി, അത് ഓരോരാളുടെ കാര്യമാണ്. മാർക്സ് അതിനെക്കുറിച്ച് സുപ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ടതില്ല. മതവിശ്വാസം വിശ്വാസികളുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മതവിശ്വാസം ആധുനീകരിക്കപ്പെടുകയും ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഉള്ളടക്കത്തിൽ നിൽക്കണം. മതം രാഷ്ട്രീയത്തിനകത്ത് ഇടപെടാനേ പാടില്ല. അത് വ്യക്തിജീവിതത്തിൽ നിൽക്കണം. എന്നൊരു സ്ഥലത്തേക്ക് വരണം. അതിന്റെ ഭാഗമായിട്ട് അടിയന്തരമായിട്ടും കേരളത്തിൽ ലജ്ജിക്കാതെ കേരളത്തിലെ ജനാധിപത്യവാദികൾക്ക് നടക്കാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം ഈ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലെങ്കിലും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസാക്കി എടുക്കണം. തൽക്കാലം ഇപ്പൊ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും നമ്മൾ സംസാരിക്കും.